മറവിയും മടിയും വലിയൊരു പ്രശ്നമാണല്ലേ. ഓ സോറി, ഞാൻ മീനുപ്രിയ. സീസൺ 1-ലും സീസൺ 2-ലും വന്നപ്പോൾ നിയമ വിദ്യാർത്ഥിയായിട്ടാണ് വന്നതെങ്കിൽ ഇന്ന് അഡ്വക്കേറ്റ് മീനുപ്രിയ. ഈ മറവിയുടെ മടിയുടെ കാര്യം പറഞ്ഞു. പിന്നെ ഈ വക്കീലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നാട്ടിലെ കേസ് തീർക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിപ്പോൾ വീട്ടിലെ കേസ് തീർക്കാനേ നേരമുള്ളൂ. ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരാണെങ്കിൽ അതൊന്നെങ്കിൽ ടീച്ചർമാർ വഴക്ക് പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് തല്ലുപിടിച്ചിട്ടായിരിക്കാം. പക്ഷെ എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് വരുന്നത് കുടുംബശ്രീയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രൂപ്പ് കളി അഥവാ ഗ്രൂപ്പിസം എല്ലാ മേഖലയിലും ഉള്ള പോലെ ഇവിടെയും ഉണ്ട്. ഇതിനൊന്നും പെടാത്ത അമ്മ ഒറ്റപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരും, സങ്കടം പറയും. ഇത് കേൾക്കുമ്പോൾ ഞാൻ അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാത്തിനും നമുക്ക് കോടതി കയറ്റണം, സുപ്രീം കോടതി വരെ നമുക്ക് പോകണം. ചായ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അതെടുത്ത് കുടിക്കുന്നു. പിന്നെ മറവിയുടെ മടിയുടെ കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു മറവിയുടെ മടിയുടെ കാര്യത്തിൽ ഒരു അവാർഡ് കൊടുക്കാൻ പറ്റിയ ഒരു പാർട്ടി ഉണ്ട് നമ്മുടെ നാട്ടിൽ. സാറിന് അറിയാമോ? രചന ചേച്ചിക്ക് അറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാകും. കേരളത്തിലെ ചില യൂണിവേഴ്സിറ്റികൾ. അതെന്താ കാര്യം വെച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാനുള്ള മടിക്ക് ഇരുന്ന പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെ ഇവർ പരീക്ഷ നടത്തും, സബ്ജക്റ്റ് പോലും നോക്കാതെ. അതെ, അങ്ങനെ പിന്നെയും ആരോ മനുഷ്യനെ പണിതരാനെത്തുന്ന പതനിസ്വരം. ആരോ അല്ല, ഈ യൂണിവേഴ്സിറ്റി. എനിക്ക് തോന്നുന്നു അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റിയിട്ട് ഞാനൊരു 1, 2, 3 തവണ ഒരേ പേപ്പർ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഇതും പോരാട്ടി എഴുതിയ പരീക്ഷയുടെ ഉത്തരക്കടലാസൊക്കെ എവിടെയാ? ഭദ്രമായിട്ട് പെരുവഴിയിലുണ്ടാവും. സാരില്ല, മറവിയുണ്ടല്ലേ പാവങ്ങൾ. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഈ യൂണിവേഴ്സിറ്റിയിലേക്കൊന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ തെറ്റുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്, പക്ഷെ ഇത് തിരുത്തി തരണമെങ്കിൽ ഒരു 1000 രൂപ ഫീസ് അടയ്ക്കണം കേട്ടോന്ന്. എന്നാ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒന്ന് നേരിട്ട് പോയി അന്വേഷിക്കാന്ന് വെച്ചാ വഴി അറിയാൻ പാടില്ല. ഗൂഗിൾ മാപ്പ്, PSCയുടെ ചോദ്യവും ഗൂഗിൾ മാപ്പ് പറഞ്ഞ വഴിയും ഏകദേശം ഒരുപോലെ. വളഞ്ഞ മൂക്കേ പിടിക്കത്തുള്ളൂ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടിനി മറവിയുടെ വേറെ കഥയിലേക്ക് വരികയാണെങ്കിൽ, പാല് തളച്ചു പോകുന്ന കേസ് മിക്കവാറും വീടുകളെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ഞാനൊരു എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി, അപ്പോൾ അവള് അതിഥിയായിട്ട് ഞാൻ വന്ന സന്തോഷത്തിൽ പാലൊക്കെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഇത് മറന്നേ പോയിട്ടോ, വർത്താനം പറഞ്ഞ കഥയൊക്കെ പറഞ്ഞ് പിന്നെ കാണുന്ന കാഴ്ച ദാരുണമായിരുന്നു. പാത്രത്തിൽ ഒരു തുള്ളിയില്ലാതെ എല്ലാം അടുപ്പത്ത് തളച്ച് തൂവി കിടക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ ചായ വേണ്ട, പോയിട്ട് പിന്നെ വരാന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങി. ആള് പറഞ്ഞു, നിക്ക് എടി, നിന്റെ അമ്മ കണ്ട നിന്നെ ശരിയാക്കത്തില്ലേ? അവൾ എന്തെന്ന് വെച്ചാൽ, ഞാൻ ഒരു തുണി എടുത്ത് മൊത്തം അതങ്ങ് തുടച്ച് പാനിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഇളക്കി അടുപ്പത്ത് വെച്ചിട്ട്, അച്ചമ്മേ പാലിലപ്പടി വെള്ളാട്ടാ. ഇത് കേട്ടിട്ട് അമ്മൂമ്മ അപ്പുറത്തുനിന്ന്, ഇന്ന് മാത്രല്ല മോളെ, ഇതെല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാ. ആ പാലുകാരൻ കള്ളനെ ശരിയാക്കണം. എവിടെ? കള്ളൻ കപ്പലിൽ തന്നെ.